അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട് തത്സമയം. അർജുൻ, ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. കാരണം രക്ഷപ്പെടാൻ വേണ്ടി ഓട്ടോയിൽ നിന്ന് ചാടാൻ ശ്രമിക്കുകയാണ് അവർ. നമ്മളൊക്കെ സാധാരണ ഇത്തരത്തിൽ ഓട്ടോയിൽ കയറി പോകുന്ന ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ആ സ്ത്രീ എത്രത്തോളം ഭയന്നിട്ടുണ്ടാകുമെന്ന ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും കൃത്യസമയത്ത് മറ്റ് യാത്രക്കാരുടെ പിന്നാലെ വന്ന യാത്രക്കാരുടെ ഇടപെടലിലൂടെ രക്ഷപ്പെട്ടു. പക്ഷേ ആ കള്ളന്മാരെ പിടിക്കാൻ കഴിഞ്ഞു. ഇതെന്നുണ്ടായ സംഭവമാണ്. ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. അതും പഞ്ചാബിലെ ലുധിയാനയിൽ ജലന്ധർ ബൈപ്പാസിൽ വെച്ചാണ് ഈ സംഭവങ്ങൾ അത്രയും നടക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന യുവതി മീന കുമാർ എന്നാണ് അവരുടെ പേര്. അവർ ഫിലോറിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഷെയർഡ് ഓട്ടോയിൽ കയറുന്നത്. ഫിലോറിലേക്ക് എത്താനാകുന്ന ആ സമയത്തായിരുന്നു കൂടെയുണ്ടായിരുന്നവർ, ഓട്ടോ ഡ്രൈവർ ഉൾപ്പെടെ 3 പേരും കള്ളന്മാരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അതായത് ഈ ഫിലോറിലേക്ക് എത്താനുള്ള സമയം കൂടെയുണ്ടായിരുന്ന 2 യാത്രക്കാരും ഈ ഓട്ടോ ഡ്രൈവറോട് വേഗത കുറയ്ക്കാൻ പറഞ്ഞു. വേഗത കുറച്ച സമയത്ത് തന്നെ യുവതിയുടെ 2 കൈകളും ബന്ധിപ്പിച്ച്, അതായത് കൂട്ടിപ്പിടിച്ചുകൊണ്ട് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. കയ്യിലുള്ള ഫോണും പേഴ്സും പണവും എല്ലാം നൽകാനാണ് ആവശ്യപ്പെട്ടത്. ആ സമയത്ത് എല്ലാ ധൈര്യവും സംഭരിച്ച് യുവതി നടത്തിയിട്ടുള്ള ചെറുത്തുനിൽപ്പാണ് ഒരു പോറൽ പോലും ഏൽക്കാതെ സുരക്ഷിതമായി യുവതിക്ക് രക്ഷപ്പെടാൻ സാധിച്ചത്. രക്ഷപ്പെടാൻ വേണ്ടി യുവതി ഓട്ടോയിൽ നിന്ന് താഴേക്ക് തൂങ്ങി നിന്നു. അത് മറ്റുള്ള യാത്രക്കാർ, അതായത് ബാക്കിലും സൈഡിലുമായിട്ടൊക്കെ ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട്, അവർ ചിത്രങ്ങൾ പകർത്തി. ഒപ്പം തന്നെ യുവതി ഇങ്ങനെ സ്വന്തം ജീവന് വേണ്ടി മല്ലിടുന്നത് കണ്ടപ്പോൾ ആ യാത്രക്കാർ, അതായത് മറ്റു വാഹനങ്ങളുള്ള യാത്രക്കാരെല്ലാവരും തന്നെ യുവതിയെ രക്ഷിക്കാൻ വേണ്ടി ഈ ഓട്ടോയ്ക്ക് മുന്നിലേക്ക് ഓവർടേക്ക് ചെയ്ത് കയറി കുറുകെ വണ്ടി നിർത്തിയിട്ടാണ് എന്തായാലും യുവതിയെ രക്ഷപ്പെടുത്തിയത്. കള്ളന്മാരെ പിടിക്കാൻ സാധിച്ചു, 2 പേരെ പിടിക്കാൻ സാധിച്ചു. ഒരാൾ രക്ഷപ്പെട്ടു. അയാളെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ ലുധിയാന പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ അവിടെ ചെറുത്തു നിൽക്കാൻ കാണിച്ച യുവതിയുടെ മനോധൈര്യവും ഒപ്പം തന്നെ കൃത്യമായി ഇടപെടൽ നടത്തിയ ബാക്കിലും, അതായത് പുറകിലും സൈഡിലും ഒക്കെ ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാരെയും എല്ലാം പറയേണ്ടതാണ്.